നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യക്കാർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിർദ്ദേശം ടെഹ്റാൻ ആക്രമിക്കുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനിലും ഇസ്രയേലിലുമുള്ള മലയാളികൾ സുരക്ഷിതരെന്ന് നോർക്ക. എംബസികളുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി. ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്ന് ഇസ്രയേലും ഇറാനും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. കോഴിക്കോട് മിന്നൽ ചുഴലി. കടലാക്രമണവും രൂക്ഷം. ബീച്ചിന് സമീപത്തെ കടകൾ ഒഴിപ്പിച്ചു. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് മുങ്ങി മരിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് തെക്കിലിൽ മണ്ണിടിച്ചിൽ. ആറന്മുളയിൽ ഇലക്ട്രോണിക് പാർക്കിനായി പാടശേഖരം തരം മാറ്റാൻ അനുവദിക്കില്ലെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് രാജു എബ്രഹാം. സർക്കാർ നിലപാട് പറയട്ടെ എന്നും ജില്ലാ സെക്രട്ടറി. നിലമ്പൂരിൽ പരസ്യപ്രചാരണം നാളെ അവസാനിപ്പിക്കാനിരിക്കെ ജമായത്തെ പിന്തുണയെ ചൊല്ലി നേതാക്കളുടെ വാക്പോര് തുടരുന്നു. VD സതീശനെ തള്ളി രമേശ് ചെന്നിത്തല. ജമായത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ലെന്നും പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും ചെന്നിത്തല. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് MV ഗോവിന്ദൻ. ജമായത്തെ പിരിച്ചുവിടണമെന്ന് കാന്തപുരം വിഭാഗം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ ബാങ്ക് ലോണുകൾ എഴുതിത്തള്ളും. 5 ലോണുകൾ എഴുതിത്തള്ളാൻ SBI ബാങ്കും സമരസമിതിയും തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനം. ബാങ്കിന്റെ ഉറപ്പ് ദമ്പതികളുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിന് പിന്നാലെ. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഏതു തരം വിസയെന്ന് പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. അതേസമയം ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ടെഹ്റാൻ തുടച്ചു നീക്കുമെന്ന ഇസ്രയേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. കഴിവതും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബന്ധുത്വം ഇപ്പോൾ പരിഗണിക്കില്ല. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്നതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്. അതിർത്തികൾ തുറന്നിരിക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടസ്സമില്ല. ഇതിനിടെ ഇസ്രയേലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്ന് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളടക്കം എല്ലാ മേഖലയിലെയും ഇന്ത്യൻ പൗരന്മാരുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട്. അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ടെഹ്റാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെയാകും ആദ്യം ഒഴിപ്പിക്കുക. ഇറാനിൽ 1500-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. വിദ്യാർത്ഥികളെ എംബസി തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എംബസി അറിയിച്ചു. ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലും ഇസ്രയേലിലുമുള്ള മലയാളികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എംബസികളുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് നോർക്ക അധികൃതർ അറിയിച്ചു. ടെഹ്റാനിൽ കുടുങ്ങിയ മലയാളികളായ ഒരു ബിസിനസ് ഗ്രൂപ്പ് ബന്ധപ്പെട്ടിരുന്നതായും ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തിട്ടുണ്ടെന്നും നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി അമൃത വാർത്തകളോട് പറഞ്ഞു. അതേസമയം ഇസ്രയേലിലാണ് കൂടുതലും മലയാളികളുള്ളത്. നഴ്സുമാർ ഉൾപ്പെടെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ സുരക്ഷിതരാണെന്നും നോർക്ക സിഇഒ അറിയിച്ചു. എല്ലാവരും ഇതുവരെ കിട്ടിയ വിവരങ്ങളനുസരിച്ച് മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ്. ചിലരുടെയൊക്കെ താമസിക്കുന്ന മേഖലകളിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ടെൽ അവീവിലാണെങ്കിലും ടെഹ്റാനിലാണെങ്കിലും ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ട്വിറ്ററിലൂടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പം എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആവശ്യമുള്ള നോർക്കയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് ആ നമ്പറിൽ ആവശ്യമുള്ള പക്ഷം അറിയിക്കുക. അവർ ആവശ്യമുള്ള സഹായങ്ങൾ എംബസിയുമായിട്ട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നോർക്ക പരിശ്രമിക്കും.
മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിൽ കണ്ട അനുഭവം പങ്കുവച്ച് കാസർഗോഡ് പെരിയ സ്വദേശിയായ ക്യാപ്റ്റൻ പ്രവീൺ കുമാർ കനത്ത ആക്രമണമാണ് നടക്കുന്നതെന്നും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഇസ്രയേലിലുള്ളത്. രാത്രിയായാൽ പലയിടത്തും മിസൈൽ വീഴുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ഹൈഫയിലുള്ള പ്രവീൺ കുമാർ പറഞ്ഞു. ഇറാൻ അവരുടെ ഡ്രോൺസും ബാൾട്ടിക് മിസൈൽസുകളും അയക്കുന്നുണ്ട്. അത് ഇവരൊരു 80% ഇവർ പ്രതിരോധിക്കുന്നുണ്ട്. 80 എന്നല്ല, 80 മുതൽ 90% പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ സം ഓഫ് ദം യെസ് ഫോൾ ഡൗൺ ഇൻ ദ നിയർ ദ ഹൈഫ ഡിഫറെൻറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒരു 20% പതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മരണസംഖ്യ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് ബിഫോർ ഓൺലി ദേ ഗിവിങ് ദ വാർണിങ്സ്. ഈ വാർണിങ്സ് അവർ ഒരു മൊബൈലിൽ നമ്മളുടെ മൊബൈലിൽ ഇവിടുത്തെ ഒരു സിം ഉണ്ടെങ്കിൽ അവരുടെ മൊബൈലിൽ വാർണിങ്സ് വരും, അലേർട്ട് വരും. അതൊരു അലാമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സേഫായിട്ടുള്ള ഷെൽട്ടർ പ്ലേസിൽ പോയി ഒളിച്ചു നിൽക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഈച്ച് ഹോംസ് ആൻഡ് ഓൾ ദ പോർട്ട് ഹാവ് ഷെൽട്ടർ പ്ലേസ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഹൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സേഫ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് സേഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ മരണസംഖ്യ കുറവാണ് കമ്പാരിറ്റീവ് അതർ പ്ലേസ്. മൂന്നാം ദിനവും പശ്ചിമേഷ്യ കലുഷിതമായി തുടരുന്നു. ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇറാനും ഇസ്രയേലും. ഇറാന്റെ ആക്രമണത്തിൽ ബാറ്റ്യാനിൽ 4 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ഇറാനിലെ ആണവ സൈനിക തന്ത്രപ്രധാന മേഖലയായ ഇസഫഹാൻ ഇസ്രയേൽ ആക്രമിച്ചു. റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി കൊല്ലപ്പെട്ടു. കാനഡയിൽ തുടങ്ങുന്ന G7 ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം പ്രധാന അജണ്ടയാണ്. സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണ പരമ്പരയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയത്. ടെലവീവ്, ജെറുസലേം, തുറമുഖ നഗരമായ ഹൈഫ എന്നിവിടങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ടായി. ടെലവീവിന് സമീപം ബാറ്റ്യാനിൽ ജനവാസ മേഖലയിൽ വ്യോമാക്രമണത്തിൽ 69ഉം 80ഉം വയസ്സുള്ള 2 സ്ത്രീകളും ഒരു ബാലികയും 10 വയസ്സുകാരനും കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തിരിച്ച് ഇറാനിലെ കൂടുതൽ ആണവ കേന്ദ്രങ്ങളും ഓയിൽ ഡിപ്പോയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രവും ഓയിൽ ഡിപ്പോയും തകർത്തതായി ഇറാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയടക്കം കൊല്ലപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കരുത് എന്ന കർശന നിർദ്ദേശം ഇസ്രയേലിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇതുവരെ 224 ഇറാനികളും 5 ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായി ഇരുകൂട്ടരും വെളിപ്പെടുത്തി. അതിനിടെ ഖത്തറിന്റെയും ഒമാന്റെയും മധ്യസ്ഥ ചർച്ചകളോട് മുഖം തിരിച്ചു തന്നെയാണ് ഇറാന്റെയും ഇസ്രയേലിന്റെയും നിലപാട്. ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടയിൽ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. തങ്ങൾക്കേറ്റ അടിക്ക് കൃത്യമായി തിരിച്ചടി നൽകിയതിനു ശേഷം മാത്രം ചർച്ചയെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഇറാൻ ഭരണകൂടം പറയുകയാണ്. എന്നാൽ ഇറാന്റെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളെയും യുറേനിയം സമ്പുഷ്ടീകരണ നടപടികളെയും ഇല്ലാതാക്കുന്നതിനാണ് മുൻഗണനയെന്നും ചർച്ചകൾ പിന്നീട് നടത്താമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നിലപാട്. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. കാനഡയിൽ ചേരുന്ന G7 ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നടപടിയെ G7 അംഗങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. എങ്കിലും യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് എതിരായ ഒരു പൊതുവികാരവും നിലനിൽക്കുന്നു. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ചർച്ചകളിലൂടെയല്ല പോരാടിയാണ് നേടേണ്ടതെന്നും G7 ഉച്ചകോടിക്ക് തിരിക്കുന്നതിന് മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. യുദ്ധം അനവസരത്തിലുള്ളതെന്നും ചർച്ചകളിലൂടെയായിരുന്നു കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുമുള്ള ജപ്പാന്റെ നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. ടെഹ്റാനുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുറമെ റഷ്യ-യുക്രൈൻ യുദ്ധവും ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് വർധനവും G7 ഉച്ചകോടി ചർച്ച ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വർധനവുണ്ടാകുന്നുണ്ട്. അസംസ്കൃത എണ്ണ ബാരലിന് $2 കൂടി. അന്താരാഷ്ട്ര ഓഹരി വിപണിയിലടക്കം വലിയ ചാഞ്ചാട്ടം പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യത തുടരുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയാണ്.
സാധ്യതയായ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നു. ദേവിക, വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണുള്ളത്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ അലർട്ടുകളും അതുപോലെ തന്നെ മുൻകരുതലുകളും ഒക്കെ? അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ്? അമ്പിളി, വടക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും തെക്കൻ ജില്ലകളിലും തെക്കൻ മേഖലയിലും ശക്തമായിട്ടുള്ള മഴയും അതിശക്തമായിട്ടുള്ള കാറ്റും തന്നെയാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്തെ കരമന, നെയ്യാർ, വാമനപുരം നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരങ്ങൾ, അതായത് നദിയിൽ ഇറങ്ങിയുള്ള കുളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം, നദികളിലേക്കുള്ള വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും 7 മണി വരെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 3 മണിക്കൂർ നേരത്തേക്ക് മാത്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമായിരിക്കും അനുഭവപ്പെടുക. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമ്പിളി. ശരി. കോഴിക്കോട് മടവൂർ മുട്ടാഞ്ചേരി മേഖലയിൽ മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. അതേസമയം ശക്തമായ കടലേറ്റത്തെ തുടർന്ന് കോഴിക്കോട് ബീച്ചിലെ മുഴുവൻ കടകളും ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മി, കോഴിക്കോട് മഴക്കെടുതി രൂക്ഷമാണ്. ഈ മടവൂർ മുട്ടാഞ്ചേരി മേഖലയിലാണ് മിന്നൽ ചുഴലി. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ മുന്നറിയിപ്പിന്റെയും ജാഗ്രതയുടെയും ഒക്കെ ഭാഗമായിട്ടല്ലേ ഈ കോഴിക്കോട് ബീച്ചിലെ മുഴുവൻ കടകളും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയത്? കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് കോഴിക്കോട് മടവൂർ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മിന്നൽ ചുഴലി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വീടുകളും തകർന്നിട്ടുണ്ട്. എന്നാൽ ആളപായമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത്. അതേസമയം കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. അതിശക്തമായ കടലേറ്റമാണ് കോഴിക്കോട് ബീച്ച് ഭാഗത്തുണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് 20ഓളം കടകളാണ് ഇതേ തുടർന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു അതായത് കോഴിക്കോട് ബീച്ചിന് സമീപത്തായി കോർപ്പറേഷൻ പുതിയൊരു നിർമ്മാണം നടത്തുന്നുണ്ട്. ഇതേ തുടർന്നാണ് കോഴിക്കോട് ബീച്ചിന് സമീപത്തായിട്ടുള്ള കടകളെല്ലാം ബീച്ചിന് അതായത് കടലിന് അടുത്തായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഈ കടകളാണ് ഇപ്പോൾ കടലേറ്റത്തെ തുടർന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കളക്ടർ ഉത്തരവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കടകൾ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഏതായാലും ഇവിടെ അതായത് ബീച്ചിലേക്ക് എത്തുന്ന ആളുകൾക്കും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ വിലക്കുണ്ടെങ്കിൽ പോലും ആളുകൾ, അതായത് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്ന, അതായത് ഇത്തരത്തിലൊരു അതായത് തിരമാലകൾ ഉണ്ടെങ്കിൽ പോലും അത് കാണാനായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ തുടർന്ന് പോലീസും അതുപോലെ തന്നെ ലൈഫ് ഗാർഡും എല്ലാം ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ കടലേറ്റമാണ് കോഴിക്കോട് ബീച്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബീച്ചിലെ കടകൾ തുറക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈ കടകളിൽ തുറന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായും ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും കോഴിക്കോട് ജില്ലയിലടക്കം അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ശരി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാ വടക്കൻ ജില്ലകളിലും റെഡ് അലർട്ടാണുള്ളത്. ഒപ്പം തന്നെ അവിടെ മഴക്കെടുതിയും രൂക്ഷമാണ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ദേവിക ചന്ദ്രനും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയയും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നു. ജലനിരപ്പ് ഉയരുന്ന നദികളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതയിൽ പലയിടത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കനത്ത മഴയും ട്രാക്കിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണതും ട്രെയിൻ ഗതാഗതം താറുമാറാക്കി. തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും തുടരുന്ന ചക്രവാത ചുഴികളാൽ പടിഞ്ഞാറൻ കാറ്റിന് ശക്തി പ്രാപിച്ചതാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. വടക്കൻ കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ തുടരുന്നത്. ഇവിടെ റെഡ് അലർട്ട് തുടരുകയാണ്. മധ്യ കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തുടരുന്ന മഴയിൽ വ്യാപകമായ മഴക്കെടുതികളുമുണ്ട്. കണ്ണൂർ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കാഞ്ഞങ്ങാട് സ്വദേശിയായ തീർത്ഥാടകനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കോഴിക്കോട് പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കാസർഗോഡ് കുമ്പളങ്ങയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും മേൽക്കൂര റോഡിലേക്ക് തെറിച്ചു വീണു.
തിരുവനന്തപുരം വഞ്ചിയൂർ പാറ്റൂർ റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ഇടുക്കി ചെമ്മണ്ണാറിലും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ മണപ്പുറം ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി. വലിയ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം ത്രിവേണിയിലാണ് സംഭവം. മൂലമറ്റം സ്വദേശി അതുൽ ബൈജു ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജേഷിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. അതുലിനെ കരയ്ക്ക് കയറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് തെക്കിലിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ചെർക്കള ചട്ടൻചാൽ പാതയിൽ ഗതാഗതം നിരോധിച്ചു. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സോയിൽ നെയിലിംഗ് ചെയ്ത കുന്നിന്റെ വലിയൊരു ഭാഗം ഉച്ചയോടെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്വകാര്യ ബസ് കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. വൻ ദുരന്തം ഒഴിവായതായി നാട്ടുകാർ പറഞ്ഞു. ചെർക്കള വഴിയുള്ള വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിട്ടു. തൃശൂർ വാടാനപ്പള്ളിയിൽ കടലേറ്റം രൂക്ഷം. വാടാനപ്പള്ളി, സൈനുദ്ദീൻ നഗർ, ഫസൽ നഗർ എന്നിവിടങ്ങളിലാണ് കടലേറ്റം അനുഭവപ്പെടുന്നത്. പ്രദേശത്തെ 4 വീടുകൾ കടലെടുത്തത്. ഭീതിയിലാണ് പ്രദേശവാസികൾ. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളിയിലെത്തിയാൽ കടലെടുത്ത വീടുകളുടെ അവശേഷിപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. 4ഓളം വീടുകളാണ് കടലെടുത്തത്. കടപുഴകി വീണ തെങ്ങുകളും തകർന്ന റോഡും കടലാക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു. കണ്ണടച്ചാൽ കല്ലുകളിൽ തിരയടിക്കുന്ന ഭീകര ശബ്ദമാണ് പ്രദേശവാസികളുടെ കാതിൽ. സമാധാനമായി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മൾക്ക് ഇവിടെ സുരക്ഷിതമാണ് വേണ്ടേ. നമ്മളിപ്പോൾ കൊല്ലങ്ങളായിട്ട് കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് വീടുകൾക്ക് വെള്ളം കയറുക, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, കുടിവെള്ളം ബുദ്ധിമുട്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇവിടെ നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ വർഷക്കാലം ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള കടൽക്ഷോഭം കൊണ്ട് ഞങ്ങൾക്കിവിടെ വാസയോഗ്യമല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭം തീരദേശവാസികളെ ബാധിക്കാത്ത രീതിയിലാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിമുട്ടുകളും കൃത്യമായ കടൽ ഭിത്തികളും ഒരു പരിധിവരെ കടലേറ്റത്തെ തടയും. എന്നാൽ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു കാര്യവുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പുലിമുട്ട് നിർമ്മാണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ അവസാനം വന്നിട്ട് പുലിമുട്ട് ഉണ്ട്. അതിൻ്റെ ഓളങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വാടാനപ്പള്ളി പഞ്ചായത്തിനാണ്. ഇവിടെ മണലൂർ മണ്ഡലത്തിൽ ഏക തീരദേശ പഞ്ചായത്തും പറയുന്നത് വാടാനപ്പള്ളി പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ ഇതുവരെക്കും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോഴും എല്ലാത്ത സാഹചര്യങ്ങളിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വേലിയേറ്റത്തിൽ 2 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ട് തകർന്ന് കിടക്കുന്നത്. മാത്രമല്ല ചെറിയൊരു വേലിയേറ്റം, അതായത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ ഇവിടെ കടലിൽ കയറിയിട്ടുണ്ടാവും. കളക്ടർക്കും MLAക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അടക്കം നിരവധി പേർക്ക് പരാതി നൽകി. കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം പ്രദേശം സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തിയതുമാണ്. എന്നാൽ എല്ലാം ശരിയാക്കാമെന്ന വാക്കുമാത്രമാണ് ബാക്കിയായത്. വർഷങ്ങളായുള്ള ഭീതി പൂണ്ട ജീവിതം തീരദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം രൂക്ഷമായി വന്നപ്പോൾ ഞാനിവിടെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കളക്ടർക്ക് കൊടുക്കുകയും അപ്പോൾ കളക്ടർ ഹൈക്കോടതിയെ അത് ബോധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളം പഞ്ചായത്ത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഒരു റോഡില്ല. പണ്ടേ കടലെടുത്ത് പോയതുകൊണ്ട് വഴിയും ഒന്നുമില്ലാത്തത് ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വണ്ടി വരാനുള്ളൊരു സൗകര്യം ഇല്ല. 3 വർഷമായി പ്രദേശത്ത് കടലേറ്റമുണ്ട്. മുൻപുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് കടലിനടിയിലാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ പേടിച്ചു ജീവിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. കടലാക്രമണം കുറയ്ക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നതാണ് തീരദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. നിലമ്പൂർ
ഉപതെരഞ്ഞെടുപ്പ് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തെ ചൊല്ലി ഇടതു വലതു മുന്നണി പോര് രൂക്ഷമാകുകയാണ്. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ നിലപാട് പറയാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒളിച്ചു കളിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളിയ രമേശ് ചെന്നിത്തല ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താനില്ലെന്ന് വ്യക്തമാക്കി. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. വികസനവും വിവാദവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി സഹകരണ കുരുക്കിൽ നിന്ന് ഇതുവരെ കോൺഗ്രസിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന CPM നിലപാടെടുക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്ന് പറയാൻ സോണിയാഗാന്ധിയോട് ഇവിടെ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഊന്നിയാണ് UDFന്റെ പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ പ്രതികരണത്തിന് KC വേണുഗോപാലും നിന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലപാടേ ഉള്ളൂ. അതൊക്കെ ഈ അസ്വസ്ഥത കൊണ്ടുണ്ടാവുന്നതാണ്. ഗോവിന്ദമാഷക്കൊക്കെ ഓരോ ദിവസവും എന്താണ് പറയുന്നതിൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഏറ്റെടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ താനില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാനില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു. ആര് പിന്തുണ നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും, അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങൾ വികസനത്തോടൊപ്പം ചർച്ചയാകുന്നുണ്ട് മണ്ഡലത്തിൽ. ഇനിയുള്ള അടിയൊഴുക്കുകൾ എന്താകും എന്നുള്ളതായിരിക്കും നിലമ്പൂരിന്റെ ഭാവിയിൽ നിർണായകമാവുക. അമൃത ന്യൂസ്, നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് കാന്തപുരം സുന്നി വിഭാഗം. സുന്നി AP വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖപത്രമായ റിസാലയിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടതിനാൽ പിരിച്ചുവിടണമെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനം. സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുധാരയിൽ ലയിക്കണം. കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖപത്രമായ റിസാലയുടെ പുതിയ ലക്കത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. പ്രഖ്യാപിത നിലപാടിൽ നിന്ന് സംഘടന പിന്നോട്ടു പോയി. ഹക്കീമിയത്ത് വിവാദത്തിൽ നിന്ന് പിന്മാറിയോ എന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണമെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. ദൈവരാജ്യത്ത് ദൈവഭരണം മാത്രമെന്നാണ് ജമാഅത്ത് നിലപാട്. എന്നാൽ മൗദൂദി ആശയങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ പാരമ്പര്യവാദങ്ങളെ ജമാഅത്ത് ഇസ്ലാമി കൈയൊഴിഞ്ഞെന്നും റിസാലയിലെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ വിമർശനം. UDF ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിനെതിരെ CPMഉം കത്തോലിക്ക കോൺഗ്രസും രംഗത്തു വന്നിരുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. അമൃത ന്യൂസ്, കോഴിക്കോട്. കുടിയും കുടിശ്ശികയുമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അതിനെ തിരുത്താനുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും തങ്ങൾ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ഗവൺമെന്റ് ഒറ്റ ഓട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും, കുടിശ്ശികയുടെ ഗവൺമെന്റാണ്. ഏത് മേഖലയിൽ കുടിശ്ശികയാണ്. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്, കുടിയാണ്. കുടിയും കുടിശ്ശികയുമാണ്. കുടി എന്ന് പറഞ്ഞാൽ ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് വ്യവസായ പദ്ധതിക്ക് KGS ഗ്രൂപ്പിന്റെ നീക്കം. ശക്തമായ എതിർപ്പുമായി കൃഷിമന്ത്രി P. പ്രസാദ് രംഗത്ത് വന്നു. നെൽവയൽ നികത്തി വ്യവസായ പദ്ധതിക്ക് കൂട്ടുനിൽക്കില്ലെന്നും എതിർപ്പ് വ്യവസായ വകുപ്പിനെ അറിയിക്കുമെന്ന് കൃഷിമന്ത്രിയും വ്യക്തമാക്കി. പാടം നികത്തി പദ്ധതി വേണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറിയും നിലപാട് അറിയിച്ചു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരിക്കൽ വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്താണ് പുതിയ വ്യവസായ പദ്ധതിക്ക് നീക്കം നടത്തുന്നത്. വിമാനത്താവളം പദ്ധതി ഉപേക്ഷിച്ച KGS ഗ്രൂപ്പിന്റെ 344 ഏക്കർ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്ക് കഴിഞ്ഞ ജൂണിൽ അപേക്ഷ നൽകിയിരുന്നു. 90% നിലമുള്ള പ്രദേശത്താണ് പദ്ധതിക്ക് അനുമതി തേടിയത്. ഇതിനായി ഭൂപരിഷ്കരണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ ഇളവ് തേടിയാണ് ജില്ലാ കളക്ടർ
റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കൃഷി വകുപ്പിനും കത്ത് നൽകിയത്. എന്നാൽ പാടം നികത്തി വ്യവസായ പദ്ധതി സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ വിയോജിപ്പുമായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നു. നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുകയാണ് തന്റെ മുൻഗണന. തന്റെ മുന്നിൽ വന്ന ഫയലിൽ കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നും കൃഷി വകുപ്പിന്റെ നിലപാട് വ്യവസായ വകുപ്പിനെ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ പാടം നികത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. നെൽവയൽ നീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അറിയിച്ചു. ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. നിലവിലുള്ള പാടശേഖരം, ആ പാടശേഖരം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു അന്ന് CPM ഉൾപ്പെടെ എടുത്ത നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും നിൽക്കുന്നത്. TOFL എന്ന പേരിൽ പുതിയ കമ്പനി രൂപീകരിച്ചാണ് KGS മുന്നോട്ട് പോകുന്നത്. ഉടമസ്ഥാവകാശം TOFL കമ്പനിക്ക് നൽകി ഇലക്ട്രോണിക് സിറ്റി രൂപീകരിക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരമനയിൽ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലോൺ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന് SBI. 20 ദിവസത്തിനകം ലോൺ എഴുതിത്തള്ളാൻ SBI അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി ദേവിക ചന്ദ്രം ചേരുന്നുണ്ട്. ദേവിക, ഈ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് ബാങ്കിന് മുന്നിലുണ്ടായത്. ഇപ്പോൾ സമരസമിതിയും ബാങ്കും തമ്മിൽ ഏത് രീതിയിലാണ് ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്? VSDP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കരമന സ്വദേശികളായ ബിന്ദുവിൻ്റെയും സതീശൻ്റെയും മരണത്തിനു ശേഷം മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധമാണ് അമ്പിളി ഇപ്പോൾ വിജയം കണ്ടിട്ടുള്ളത്. ഇവർക്ക് കോടികളുടെ കടബാധ്യതയാണ് ഉണ്ടായിരുന്നത്. കരാർ തൊഴിലാളിയായിരുന്നു ഈ മരിച്ച സതീശൻ. ദേവസ്വം ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയും കരാർ തൊഴിലാളിയായിരുന്നു. പക്ഷേ ഈ കോടികളുടെ കടബാധ്യത വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ കരാർ പണികളിൽ നിന്നും പുറത്താവുകയായിരുന്നു. അതേ തുടർന്ന് ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവന മാർഗം നയിച്ചിരുന്നത്. 60 ലക്ഷം രൂപയാണ് ഇവർ SBI ബാങ്കിൽ നിന്നും ആദ്യം വായ്പയായി എടുത്തിരുന്നത്. ഈ വായ്പാ തുകയാണ് പിന്നീട് പലിശയും കൂടി ചേർത്ത് 2.5 കോടിയോളം രൂപയായ ഭീമമായ തുകയായി ഉയർന്നത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ആ ഒരു മിതമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഈ കോടികളുടെ കടബാധ്യത അടച്ചു നിർക്കാൻ അദ്ദേഹത്തിന് പരിമിതി ഉണ്ടായിരുന്നു. അതിനുശേഷം 3 തവണ ഇത്തരത്തിൽ SBI ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഇവരുടെ വീട്ടിലെത്തി ഈ ജപ്തി നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പ്രാദേശികമായിട്ടുള്ള ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. അതേ തുടർന്ന് ഇവർ ജപ്തി നടപടികളിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇന്നാണ് പിന്നീട് ഇത്തരത്തിൽ വായ്പാ തുക അടച്ചു തീർക്കാനുള്ള അവസാന തീയതിയായി നൽകിയിരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇവർ ആത്മഹത്യ ഒരു മാർഗമായി തിരഞ്ഞെടുത്തത്. എന്തായാലും ഇന്ന് 2 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങി ഈ SBI ബാങ്കിന് മുന്നിൽ കൊണ്ടുവച്ച് പ്രതിഷേധിച്ചിരുന്നു. VSDP നേതാക്കളും ഇത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കളും ബന്ധുക്കളുമാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുടുംബാംഗങ്ങളും ഈ സമര നേതാക്കളും ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. 5ഓളം ലോണുകളാണ് ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നത്. ഈ ലോണുകളെല്ലാം തന്നെ എഴുതിത്തള്ളാൻ തീരുമാനമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രേഖാമൂലം ഈ ബാങ്ക് അധികൃതർ ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. 20 ദിവസത്തെ സാവകാശമാണ് ഇപ്പോൾ ബാങ്ക് ചോദിച്ചിട്ടുള്ളത്. ഹൈദരാബാദിൽ നിന്നുള്ള പാനൽ കമ്മിറ്റിയുടെ ഒരു അറിയിപ്പും കൂടി അല്ലെങ്കിൽ ഒരു കൺസെന്റും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോണുകളെല്ലാം തന്നെ എഴുതിത്തള്ളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമ്പിളി. ശരി, കരമനയിൽ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലോൺ പൂർണ്ണമായി എഴുതിത്തള്ളാൻ ബാങ്ക് തീരുമാനിച്ചു. 20 ദിവസത്തിനകം ലോൺ എഴുതിത്തള്ളാൻ SBI അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായി 503 കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച ലൈഫ് ബോട്ടും ടാങ്കറും ആലപ്പുഴ തീരത്തടിഞ്ഞു. ലൈഫ് ബോട്ട് പറവൂരിലും ടാങ്കർ വളഞ്ഞുവഴി തീരത്തും വീപ്പ ചെല്ലാടത്തുമാണ് അടിഞ്ഞത്. നിലവിൽ തീരത്തടിഞ്ഞ വസ്തുക്കളെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം ചെല്ലാനത്തടിഞ്ഞ വീപ്പ കാലിയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാൽവേജ് കമ്പനി അംഗങ്ങൾ അമൃത വാർത്തകളോട് പറഞ്ഞു. ലൈഫ് ബോട്ട് ഇന്നലെ രാത്രിയിലും ടാങ്കർ ഇന്ന് പുലർച്ചെയുമാണ് ആലപ്പുഴ തീരത്തടിഞ്ഞത്. ചെല്ലാനത്ത് വീപ്പയും തീരത്തടിഞ്ഞു. ഇവ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിൽ നിന്നുള്ളവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലൈഫ് ബോട്ടും ടാങ്കറും തീരത്തടിഞ്ഞ വിവരം നാട്ടുകാരാണ് അധികൃതരെയും പോലീസിനെയും അറിയിച്ചത്. ലൈഫ് ബോട്ട് ഇന്നലെ രാത്രിയിൽ തന്നെ കരയ്ക്ക് കയറ്റി. തീരത്തോട് ചേർന്ന് കടൽ ഭിത്തിക്കിടയിലാണ് ടാങ്കർ കുടുങ്ങിയത്. ടാങ്കറിൽ ഗ്യാസോ രാസവസ്തുക്കളോ ഉണ്ടെന്നായിരുന്നു ആദ്യം ആശങ്ക ഉയർന്നത്. എന്നാൽ കടലിൽ വീഴുന്ന കപ്പലിലെ വസ്തുക്കൾ നീക്കുന്ന സാൽവേജ് കമ്പനി അധികൃതർ സ്ഥലത്തെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ടാങ്കർ ശൂന്യമാണെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യപ്പെടുത്തുന്ന ആവശ്യമില്ല. പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത വരുത്തിയില്ല. ഇവരുടെ അറിയിപ്പ് അനുസരിച്ച് കാലിയാണെന്നാണ് പറയുന്നത്. കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും
ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും അടിയാൻ സാധ്യതയുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കൊച്ചി ചെല്ലാനത്ത് തീരത്തടിഞ്ഞ വീപ്പ കാലിയാണെന്ന് കണ്ടെത്തി. വാൻഹായ് കപ്പലിൽ നിന്നുള്ള വീപ്പയാണിതെന്നും അപകടകരമായ വസ്തുക്കൾ ഇല്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സാൽവേജ് കമ്പനി അംഗങ്ങൾ അമൃത വാർത്തകളോട് പറഞ്ഞു. Actually, one ship has sunken before 2-3 days ago. That drum is belong to that ship. So actually it's belong to us. Now we have recovered this and we will dump on safe location. കൂടുതൽ വസ്തുക്കൾ തീരത്തടിയാൻ സാധ്യതയുള്ളതിനാൽ പോലീസും കോസ്റ്റ് ഗാർഡും ആലപ്പുഴ ചെല്ലാനം തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും വസ്തുക്കൾ തീരത്തടിയുകയും ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും സാരമായാണ് ബാധിക്കുന്നത്. അതിനാൽ തന്നെ തീരദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും ഇരട്ടിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് സമ്മതപത്രം നൽകിയ ഗുണഭോക്താക്കൾക്ക് പുനരധിവാസത്തിനായി സർക്കാർ നൽകുന്ന 15 ലക്ഷം രൂപ ഉടൻ വിതരണം ചെയ്യും. 107 കുടുംബങ്ങൾക്കാണ് തുക ലഭിക്കുക. കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 402 കുടുംബങ്ങളെയാണ് ഗുണഭോക്താക്കളായി നിശ്ചയിച്ചത്. ഇതിൽ 107 കുടുംബങ്ങളാണ് വീടിന് പകരം പണം മതിയെന്ന് സർക്കാരിനെ അറിയിച്ചത്. ഇവർക്കാണ് തുക അനുവദിക്കുക. വിവിധ സംഘടനകളുടെ വീട് ലഭിച്ചവർക്കുൾപ്പെടെ സർക്കാർ 15 ലക്ഷം രൂപ നൽകും. ഇതിനായി 16.05 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ നിധി എന്നിവയിൽ നിന്ന് അനുവദിച്ച് ഉത്തരവായി. ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെട്ടവർക്ക് 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ വീട് ഉയരുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വീട് നൽകിയവരാണ് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ദുരിതബാധിത കുടുംബങ്ങളിലെ 2 പേർക്ക് ജീവനോപാധിയായി ദിവസം 300 രൂപ നൽകാൻ 8 കോടി രൂപ കൂടിയും സർക്കാർ അനുവദിച്ചു. ദുരന്തമുണ്ടായ ആദ്യ 3 മാസം 2188 പേർക്ക് 5.88 കോടി രൂപ വിനിയോഗിച്ച് ജീവനോപാധി നൽകിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതി മുതൽ നൽകി തുടങ്ങും. പെൻഷൻ നൽകുന്നതിനാവശ്യമായ തുക അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപയാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി ലഭിക്കുക. അതേസമയം ഈ മാസം കുടിശ്ശിക വിതരണം ഉണ്ടാകില്ല. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 3 ഘടു കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇനി 2 ഘടുക്കളാണ് അവശേഷിക്കുന്നത്. ഈ സർക്കാരിന്റെ 4 വർഷത്തെ കാലയളവിൽ ഇതുവരെ 38,500 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകിയതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 119 പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനിടെ 11 പേർ മരിച്ചു. 7 മരണവും കേരളത്തിലാണ്. സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം 1920 കുറഞ്ഞു. ഏറ്റവും പുതിയ കണക്കു പ്രകാരം 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുകയാണ്. ആകെ ചികിത്സയിൽ കഴിയുന്ന 7264 പേരിൽ 1920 പേരും കേരളത്തിൽ നിന്നാണ്. 87 പേരാണ് സംസ്ഥാനത്ത് ഇന്നലെ രോഗമുക്തി നേടിയത്. അതേസമയം 24 മണിക്കൂറിനിടെ ആകെ റിപ്പോർട്ട് ചെയ്ത 11 മരണത്തിൽ 7 പേരും കേരളത്തിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണ്. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരാണ് മരണപ്പെട്ടത്. ഇതിൽ 33 വയസ്സുകാരനായ യുവാവും ഉൾപ്പെടുന്നു. ഈ വർഷം ഇതുവരെ 35 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എല്ലാവരെയും പരിശോധിക്കുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം കൂടുതലായുള്ള സംസ്ഥാനവും കേരളമാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.